ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത് 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ മലൈക്കോട്ടെ വാലിബൻ എന്ന മലയാളം മൂവിയാണ്. മലയാള പ്രേക്ഷകരെല്ലാം ഒരുപാട് കാത്തിരുന്ന ഒരു മൂവിയായിരുന്നു ഇത്. ലാലേട്ടന്റെ ഈ പുതിയ മൂവിനെ പറ്റി അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റോറിനെ പറ്റി അറിയാൻ നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? അപ്പൊ സമയം കളയണ്ട, നേരെ സ്റ്റോറിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗ്രാമം കാണിക്കുന്നു. ഇപ്പൊ ആ ഗ്രാമത്തിലേക്ക് ഒരു കുതിരവണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ. ഇതേസമയം വണ്ടിക്ക് മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ ഇതാ ഈ കുതിരവണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറഞ്ഞ് വാലിബനെ ആ നാടിന് പരിചയപ്പെടുത്തി ലൈക്ക് ഒരു അനൗൺസ്മെന്റ് പോലെ അങ്ങനെ ഓടി വരുന്നു. വില്ലാളി വീരൻ സകലകലാ വല്ലഭൻ അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലുള്ള അനൗൺസ്മെന്റ് കൊടുത്താണ് ആ ചെറുപ്പക്കാരൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അനൗൺസ്മെന്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുടെ പേര് ചിന്നപ്പയ്യൻ എന്നാണ്. ഇവനെ മലൈക്കോട്ടെ വാലിബൻ അദ്ദേഹത്തിന്റെ സ്വന്തം അനിയനെ പോലെയാണ് കാണുന്നത്. ഇപ്പൊ ഇവർ ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ഈ നാട്ടിലെ മല്ലനുമായി മല്ല് പിടിച്ച് അയാളെ തോപ്പിക്കാൻ വേണ്ടിയാണ്. ഇതേ സമയം തന്നെ ഇവരുടെ കൂടെ ഇവർ ആശാൻ എന്ന് വിളിക്കുന്ന ഇവരുടെ ഗുരു കൂടിയുണ്ട്. മലൈക്കോട്ടെ വാലിബനെയും ഈ ചിന്നപ്പയ്യനെയും ചെറുപ്പം മുതൽ എടുത്തു വളർത്തിയത് ഈ ആശാനാണ്. അതുകൊണ്ട് തന്നെ ഈ ആശാൻ അവർക്ക് അച്ഛനെ പോലെയാണ്. ചെറുപ്പം മുതലേ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആശാൻ മലൈക്കോട്ടെ വാലിബനെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിവേസ് അങ്ങനെ 3 പേരും കൂടി ഈ നാട്ടിലേക്ക് എത്തി ഇവിടുത്തെ വീരനെ വെല്ലുവിളിക്കുന്നു. ഇത് കേട്ടറിയുന്ന അയാള് അങ്ങനെയാണെങ്കിൽ ആ മലൈക്കോട്ടെ വാലിബനെ വീഴ്ത്തണമെന്നും പറഞ്ഞ് അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി അവിടേക്ക് എത്തുവാണ്. അങ്ങനെ ഇപ്പൊ ചിന്നപ്പയ്യൻ കുതിരവണ്ടിനകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന മലൈക്കോട്ടെ വാലിബനെ അങ്ങനെ മല്ലനുമായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി വിളിക്കുവാണ്. അങ്ങനെ ഇപ്പൊ വാലിബൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഉറക്കക്ഷീണത്തിൽ എഴുന്നേറ്റ് വരുന്ന അദ്ദേഹം ആടി വന്ന് കുറച്ച് കള്ളും കുടിച്ച് അവിടെ താഴെ വീഴുന്ന സമയം ഇത് കാണുന്ന മല്ലൻ ഇവനാണോ എന്നെ തറ പറ്റിക്കാൻ വന്നതെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കളിയാക്കിച്ചിരിക്കുന്നു. ഇത് കാണുന്ന നാട്ടുകാർ ഈ സമയത്ത് ഇരിക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ വാലിബൻ നിങ്ങൾ ഇത്ര നേരം കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നത് നീചം ഇങ്ങനെ പറഞ്ഞ അടവുകൾ പുറത്തെടുത്ത് ആ മല്ലനെ തറ പറ്റിക്കുന്നു. അതോടുകൂടി ആ മല്ലൻ ആ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്ന അയാളുടെ എല്ലാ റെക്കോർഡും വാലിബൻ പൊട്ടിക്കുവാണ്. അതോടുകൂടി വാലിബൻ ആ നാടിനും വീരനാവുന്നു. ഇതോടുകൂടി തോറ്റുപോയ മല്ലൻ തന്റെ പകുതി താടിയും മീശയും പഠിച്ച് കുതിരപ്പുറത്ത് കയറി അവിടെ നിന്ന് പോകേണ്ടി വരുന്നു. കണ്ടില്ലേ, വാലിബന്റെ സംഘത്തിന്റെ പ്രധാന പരിപാടി ഇതാണ്. ഇവരിങ്ങനെ ഓരോ നാട്ടിലൂടെ പോയി അവിടുത്തെ വീരന്മാരെ തോപ്പിച്ച് അവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കി കുറച്ചാൾ കഴിഞ്ഞ് അവിടുന്ന് പോയി അടുത്ത നാട്ടിലെത്തി ഇതേ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിച്ചു വരുന്നു. അടുത്ത സീനിലും മലൈക്കോട്ടെ വാലിബന്റെയും ചിന്നപ്പയ്യന്റെ ആശാനായ ആ വ്യക്തിനെ കാണിക്കുന്നു. ഇവര് രണ്ടുപേരും ചെറുപ്പം മുതൽ അയാളാണ് എടുത്തു വളർത്തുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആശാന്റെ സ്ഥാനത്താണെങ്കിലും അവർക്ക് ഇയാൾ അച്ഛനും ഇയാൾക്ക് അവരും മക്കളുമാണ്. അങ്ങനെ ഇപ്പൊ അതേപോലത്തെ ചില സീക്വൻസ് കാണിച്ചുകൊണ്ട് അങ്ങനെ ആ സീനോടെ കട്ടാക്കി അടുത്ത സീനില് ആ നാട്ടിലെ കൊട്ടാരത്തിലുള്ള മലൈക്കോട്ടെ വാലിബന്റെ കാമുകിനെ കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവർ ഒരുമിച്ചുള്ള ചില സന്ദർഭങ്ങളെല്ലാം ഈ സമയത്ത് കാണിക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കാമുകിനോട് യാത്ര പറഞ്ഞ് ആ കൊട്ടാരവും നാടും വിട്ട് മലൈക്കോട്ടെ വാലിബൻ അടുത്ത നാട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു കാരണത്താൽ അദ്ദേഹത്തിന്റെ കാമുകി ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള യാത്രക്കിടയിലാണ് രംഗപട്ടണം എന്ന് പറയുന്ന ഒരു നാട്ടിൽ വെച്ച് ഒരു നർത്തകീനെ വാലിബൻ കാണുന്നത്. രംഗറാണി എന്നാണ് അവളുടെ പേര്. അങ്ങനെ ഇപ്പൊ അവിടുത്തെ ഒരു സ്റ്റേജിൽ അവൾ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി പോകുന്ന മാങ്കാട്ട് നാട്ടിലെ ചമതകൻ എന്ന് പറയുന്ന ഒരു അധികാരി സ്റ്റേജിൽ കയറി അവളോട് മോശമായിട്ട് പെരുമാറുന്നു. ഇതേസമയം ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് കാണികളുടെ കൂട്ടത്തില് നമ്മുടെ വാലിബൻ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീനോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്ന കാണുമ്പോൾ വാലിബൻ അതിലിടപെടുന്നു. അതായത് നേരെ സ്റ്റേജിലേക്ക് കയറി ചെന്ന് രംഗറാണിനോട് അങ്ങനെയെല്ലാം പെരുമാറുന്ന ഈ ചമതകനെ വാലിബൻ തൂക്കിയെറിയുവാണ്. ഈ ഒരു കാര്യം കൊണ്ട് രംഗറാണിക്ക് വാലിബന് ഒരുപാട് ഇഷ്ടാവുന്നു. അദ്ദേഹത്തിനോട് ഒരു ആരാധന തോന്നുന്നു. എന്നാൽ ഇതേ സമയം ഈ ഒരു കാര്യം തനിക്കൊരു അപമാനമായി മാറിയോണ്ട് ചമതകന് നായകനോട് ഭയങ്കര ദേഷ്യമാവുന്നു. അങ്ങനെ ഇപ്പൊ ആ ഒരു കാരണം കൊണ്ട് ചമതകൻ നായകനെ വെല്ലുവിളിക്കുകയാണ്. നീ അത്ര വലിയ വീരനാണെങ്കിൽ എന്റെ ചമതക ദേശത്തേക്ക് വന്ന് അവിടെയുള്ള എന്നെ മല്ലനുമായിട്ട് മല്ല് പിടിക്കാൻ പറ്റുമെങ്കിൽ അയാളെ തോപ്പിക്കാൻ. വാലിബനെ പറ്റി ശരിക്കും അറിയാത്തതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറഞ്ഞത്. എന്നാൽ ഈ ഒരു ചലഞ്ച് നമ്മുടെ വാലിബൻ ഒരുപാട് ഇൻട്രസ്റ്റോടുകൂടി ഏറ്റെടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം വാലിബന്റെ സംഘവും ആ കാളവണ്ടിയില് മാങ്കാട് ദേശത്തേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം വഴിയിൽ വെച്ച് ജമന്തി എന്ന് പറയുന്നൊരു പെണ്ണ് കാല് വയ്യ ഞാനും കൂടെ ഒന്ന് കാളവണ്ടിയിൽ കയറിക്കോട്ടേന്ന് ചോദിച്ചുകൊണ്ട് അതിന് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. ഈ സമയം ആശാൻ കയറിക്കൊള്ളാൻ പറയുന്നു. എന്നാൽ ഇത് വണ്ടി ഓടിക്കുന്ന ചിന്നപ്പയ്യൻ ഒട്ടും ഇഷ്ടാവുന്നില്ല. അങ്ങനെ ഇപ്പൊ ഇതിന്റെ പേരില് ജമന്തി എന്ന് പറയുന്ന പെണ്ണുമായിട്ട് ചിന്നപ്പയ്യൻ ചെറിയ വഴക്കെല്ലാം കൂടുന്നുണ്ട്. അത് കഴിഞ്ഞ് അവരങ്ങനെ മാങ്കാട് ദേശത്തേക്ക് എത്തുവാണ്. ഈ കാണിക്കുന്നതാണ് ചമതകം പറഞ്ഞ അയാളുടെ വീരൻ. ഇയാള് മാങ്കാട് ദേശത്തെ കളരിന്റെ ആശാനാണ്. ഇയാളെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് അയാളുടെ അമ്മയാണ്. അങ്ങനെ ഇപ്പൊ അവരെല്ലാരും കൂടെ കൂടി നാട്ടിലേക്ക് എത്തുന്ന വില്ലാളി വീരനായ സകലകലാ വല്ലഭനായ വാലിബനെ തോപ്പിക്കാനുള്ള കച്ച കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകന്റെ സംഘം അവിടേക്ക് എത്തുവാണ്. ഈ സമയം നായകനെ അവര് നേരിട്ട് വെല്ലുവിളിക്കുന്നു. അപ്പോഴും നമ്മുടെ വാലിബൻ ഇതുവരെ നിങ്ങൾ കണ്ടതെല്ലാം പോയി, ഇനി കാണുന്നതാണ് നിജം എന്ന് പറഞ്ഞ് പരിപാടി അവിടെ തുടങ്ങുന്നു. അങ്ങനെ ഒരുപാട് അഭ്യാസങ്ങളെല്ലാം കാണിച്ച് ചമതകന്റെ ആ വീരനെയും അയാളുടെ ആൾക്കാരെല്ലാം തറ പറ്റിക്കുന്നു. അങ്ങനെ ഇപ്പൊ മാങ്കാട്ട് മല്ലിനും തോറ്റുപോയോണ്ട് വാലിബനെ ഇവിടേക്ക് വെല്ലുവിളിച്ച് വരുത്തിയ ചമതകന്റെ മാനം പോകുന്നു. അങ്ങനെ വെല്ലുവിളി തോറ്റുപോയ ബാക്കിയുള്ള ചടങ്ങെന്താ? അതെ, പാതി തലമുടിയും താടിയും പഠിച്ച് പുള്ളി കുത്തി കഴുതേന്റെ പുറത്ത് കയറി അവിടെ നിന്ന് പോകണം. അങ്ങനെ ഇപ്പൊ ചമതകനും അത് ചെയ്യേണ്ടി വരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് അയാൾക്ക് നായകനോടുണ്ടായിരുന്ന ദേഷ്യം വീണ്ടും കൂടുന്നു. അങ്ങനെ ഒരു ജാതി പാമ്പിന്റെ വകയുമായിട്ട് അയാൾ അങ്ങനെ അവിടെ നിന്ന് പോവാണ്. ഏത് വിധേനയും മലൈക്കോട്ടെ വാലിബനെ തറ പറ്റിക്കണം എന്നുള്ളൊരു ആഗ്രഹം അയാളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഒരു വാശി അയാളുടെ മനസ്സിലുണ്ട്. എന്തായാലും ഇപ്പൊ മാങ്കാട്ട് ദേശത്ത് എത്തി അവിടെയുള്ള വീരനെ തറ പറ്റിച്ചുകൊണ്ട് വാലിബൻ അവിടെ സ്റ്റാർ ആവുന്നു. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് നാൾ അവർ ആ നാട്ടിൽ തന്നെ കഴിയുവാണ്. ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് ജമന്തി എന്ന് പറയുന്ന ആ പെണ്ണ് നമ്മുടെ ചിന്നപ്പയ്യനുമായിട്ട് പ്രണയത്തിലാവുന്നു. അങ്ങനെ ഒരു വഴക്കിലൂടെ തുടങ്ങിയ അവരുടെ ബന്ധം ഒരു ലവ് ട്രാക്കിലേക്ക് കയറി വരുന്നത് വളരെ ഭംഗിയായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് നാളത്തെ അവിടുത്തെ താമസം
കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ നാട് വിട്ടു പോകാൻ തുടങ്ങുന്ന സമയം ചിന്നപ്പയ്യൻ തന്നെ ഈ കാര്യം നായകനോടും ആശാനോടും പറയുന്നു. ഇത് കേൾക്കുന്നവര് എന്നാ നീ പോയി ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുവാണ്. അങ്ങനെ പെർമിഷൻ കിട്ടിയതും ചിന്നപ്പയ്യൻ പോയി ജമന്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ 3 പേരുണ്ടായിരുന്ന അവരുടെ സംഘത്തിലെ 4ാമത്തെ ആളാക്കി. അങ്ങനെ അവർ അവിടുന്ന് യാത്രയാവുന്നു. ഇതേസമയം വഴിയിൽ വെച്ച് രംഗറാണി എന്ന് പറയുന്ന നർത്തകിനെ അവർ വീണ്ടും കാണുന്നു. വാലിബൻ അന്ന് ഇവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇവൾക്ക് അദ്ദേഹത്തിനോട് ഒരു പ്രേമം തോന്നിയെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ അദ്ദേഹത്തിനെ വീണ്ടും കാണുമ്പോൾ അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. വാലിബൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മലൈക്കോട്ടയിലേക്കാണ്. ആ നാടിന്റെയും വീരനാവാൻ വേണ്ടിയാണ്. രംഗറാണി അവിടേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കൊട്ടാരത്തിലെ രാജ്ഞിക്ക് രംഗറാണിനെ ഡാൻസ് കാണണം. അങ്ങനെ ഇപ്പൊ 2 കൂട്ടർ വരെ നാട്ടിലേക്കാ പോകുന്നതെന്ന് അറിയുന്ന സമയം ഇവിടെ വെച്ച് നായകനെ വളയ്ക്കാൻ ഒരു ചാൻസ് കിട്ടില്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രംഗറാണി ഒരുപാട് സന്തോഷിക്കുന്നു. അടുത്ത സീനിൽ മലൈക്കോട്ടെ കാണിക്കുവാണ്. പണ്ട് നായകന്റെ കൺട്രോളിലായിരുന്ന ഈ ദേശം ഇപ്പൊ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദേശ ഭരണാധികാരികളാണ്. സോ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ നായകൻ എവിടേക്ക് വന്നതിന്റെ ഉദ്ദേശം. അതെ, ഇവരെ തറ പറ്റിച്ച് വീണ്ടും അധികാരം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ ഭരണാധികാരികള് ആ നാട്ടിലെയും നാട്ടുകാരെയും ഒരുപാട് പൊറുതി മുട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കാര്യം അറിഞ്ഞുകൊണ്ടാണ് മെയിനായിട്ടും വാലിബൻ പെട്ടെന്ന് തന്നെ ഈ നാട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഇപ്പൊ ഇവിടേക്ക് എത്തിയ വാലിബൻ ആ ഭരണാധികാരികളെ കണ്ട് അവരെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഇപ്പൊ അവരുമായിട്ടുള്ള യുദ്ധവും ഫിക്സ് ചെയ്യുകയാണ്. അങ്ങനെ അടുത്ത സീനിലായി യുദ്ധം കാണിക്കുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നതാണ് നിജെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നായകൻ അവിടെ പണി തുടങ്ങുന്നു. എന്നാൽ അതിനിടയിൽ മറ്റൊരു കാര്യം നടക്കുന്നുണ്ടായിരുന്നു. നായകനോട് തീർത്താ തീരാത്ത ദേഷ്യമുള്ള ചമതകൻ എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അയാൾ ഈ യുദ്ധത്തിന് വേണ്ടി നായകൻ വരുന്ന സമയം ആൾക്കൂട്ടത്തിനിടയിലൂടെ വന്ന് നായകന്റെ കയ്യില് എന്തോ ഒരു മരുന്ന് കുത്തിവെക്കുന്നുണ്ടായിരുന്നു. അതെന്തോ വിഷമായിരുന്നു. അങ്ങനെ ഇപ്പൊ അതകത്ത് ചെന്നുകൊണ്ട് ആ ഭരണാധികാരികളുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ നായകൻ ബോധം കെട്ട് വീഴുന്നു. ഈ സമയം ഭരണാധികാരികള് നായകനോടെ ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരെയും അതുപോലെ നായകന്റെ കൂടെയുള്ള ആശാനെയും ചിന്നപ്പയ്യനെയും അവന്റെ ഭാര്യയായ ജയമന്തിനെയും പിന്നെ ഡാൻസ് കളിക്കാൻ വന്ന രംഗറാണിനെയും എല്ലാം അവരൊരുപാട് ദ്രോഹിക്കുകയും ചെയ്യുന്നു. ഇതേ സമയമാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന നമ്മുടെ വാലിബന്റെ ബോധം തെളിയുന്നത്. അങ്ങനെ ഇപ്പൊ അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് വാലിബൻ ഒരു വരുവാണ്. ഇതേ സമയം തന്നെ ഭരണാധികാരികള് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടുത്തെ നാട്ടുകാർ ഉടനെ എസ്കേപ്പ് ആവുന്നു. അതിനുശേഷം അവര് അവിടെയുള്ള കുറെ തോക്കുകളെല്ലാം എടുത്ത് നായകനോടും ടീംസിനോടൊപ്പം ആ ഭരണാധികാരികളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങുവാണ്. അങ്ങനെ ആ വലിയ യുദ്ധത്തിനൊടുവില് ആ ഭരണാധികാരികളെയും തീർത്ത് നായകനെ നാടിനെ നാട്ടുകാരെ രക്ഷപ്പെടുന്നു. അങ്ങനെ വീണ്ടും വാലിബൻ മലൈക്കോട്ടേന്റെ അധികാരിയാവുകയാണ്, അവിടുത്തെ വീരനാവുകയാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ചമതകന് ഇഷ്ടാവുന്നില്ല. അത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഒരു ഫലം ഉണ്ടായില്ലല്ലോ എന്നാണ് അയാൾ ഇപ്പത്തെ ചിന്ത. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ പണി കൊടുക്കാമെന്നും അയാൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കുന്ന അതേസമയം തന്നെ രംഗറാണി അവളുടെ മനസ്സിലെ വാലിബനോട് തോന്നിയ ഇഷ്ടം അദ്ദേഹത്തിനോട് തുറന്നു പറയുന്നു. എന്നാൽ അദ്ദേഹം അത് നൈസായിട്ട് റിജക്ട് ചെയ്യുവാണ്. ഇത് അവളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നു. അടുത്ത സീനിൽ ആ നാട്ടിലെ വലിയൊരു ഉത്സവം നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ഒരേപോലെ പങ്കെടുക്കുന്ന ഒരു വലിയ ഉത്സവം. അങ്ങനെ ആ ഉത്സവത്തിൽ നമ്മുടെ നാഗനും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് അവിടേക്ക് ജമന്തി വന്ന് നാഗനെ വിളിച്ചുകൊണ്ട് പോയി ഒരു കാര്യം പറയുവാണ്. ചിന്നപ്പയ്യൻ ഒരു അച്ഛനാവാൻ പോകുന്നു, അവന്റെ കുഞ്ഞ് തന്റെ വയറ്റിൽ വളരുന്നുവെന്ന്. ഈ ഒരു എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് അവൾ ആ കാര്യം ആദ്യം വന്ന് പറയുന്നത് വാലിബനോടാണ്. ഇതേസമയം ഇതിലൂടെ താനൊരു വലിയച്ഛനാവാൻ പോവാണെന്ന് അറിഞ്ഞ് നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഈ കാര്യം അവനെ അറിയിച്ചില്ല എന്ന് അറിയുന്ന സമയം നമുക്കിതൊരു സർപ്രൈസ് പോലെ അവനോട് പറയാന്ന് ഈ സമയത്ത് നായകൻ പറയുന്നു. ഇതേസമയം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം രംഗറാണിന്റെ കൂടെയുള്ള അവളൊരു ഫ്രണ്ട് കാണുന്നുണ്ട്. രംഗറാണി പ്രപ്പോസ് ചെയ്തപ്പോ നായകൻ റിജക്ട് ചെയ്തുകൊണ്ടും ഇപ്പൊ ജമന്തിയായിട്ട് നായകൻ ഇത്ര ക്ലോസ് ആയി ഇടപഴകുന്ന കാണുമ്പോഴും രംഗറാണിന്റെ ഫ്രണ്ടിന് ഇവരെ ഡൗട്ട് ആവുകയാണ്. ഇനി ഒരു പക്ഷെ തന്റെ അനിയന്റെ ഭാര്യയായ ഈ ജമന്തിയുമായിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. അങ്ങനെ തോന്നിയ സംശയം അവള് നേരെ ചെന്ന് രംഗറാണിനെ അറിയിക്കുവാണ്. ഇത് അറിയുന്ന സമയത്ത് രംഗറാണിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അതിനേക്കാളേറെ സങ്കടം വന്നു വേണം പറയാൻ. അങ്ങനെ അവളുടെ ഈ സങ്കടം എല്ലാം കാണുന്ന സമയത്ത് അവളുടെ ആ ഫ്രണ്ട് സാഡ് ആവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ ആ ഫ്രണ്ട് വിചാരിക്കുവാണ് എങ്ങനെയെങ്കിലും ജമന്തിയായിട്ടുള്ള വാലിബന്റെ ബന്ധം ഇല്ലാതാക്കി രംഗറാണിക്ക് അദ്ദേഹത്തിന് സെറ്റാക്കി കൊടുക്കണമെന്ന്. അങ്ങനെ 11 ഒരു വഴി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇങ്ങനെ ജമന്തിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള കാര്യം ഇവൾ അറിയുന്നത്. അങ്ങനെ ഇപ്പൊ അതുവഴി കാര്യങ്ങൾ നീക്കി അവരുടെ ബന്ധം പൊളിക്കാന്ന് അവൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവൾ ഈ കാര്യം രംഗറാണിയോട് പറയുന്നുണ്ടെങ്കിലും അവൾ അത് വേണ്ടാന്ന് പറയുവാണ്. എന്നാലും ആ ഫ്രണ്ട് അത് കേൾക്കാതെ ചിന്നപ്പയ്യനെ കണ്ട് നിന്റെ ഭാര്യന്റെ വയറ്റില് നിന്റെ ചേട്ടന്റെ കുഞ്ഞ് വളരുന്നതെന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുന്ന സമയത്ത് അവനിത് വിശ്വസിക്കാത്ത മട്ടില്ല ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ഇവനെ കൊണ്ടൊന്നും നടക്കില്ല എന്ന് മനസ്സിലാവുന്ന സമയം രംഗറാണിന്റെ ഫ്രണ്ട് ആ ജമന്തിയെ അങ്ങ് തീർത്ത് കളയാന്ന് വിചാരിക്കുവാണ്. അതോടുകൂടി കാര്യങ്ങളെല്ലാം സോൾവ് ആവുമല്ലോ. അങ്ങനെ അവിടെ ആ ഉത്സവത്തിന് വലിയൊരു ചടങ്ങ് നടക്കുന്ന സമയം ആ ചടങ്ങിന്റെ ഭാഗം പോലെ ഒരു മുഖംമൂടിയെല്ലാം ധരിച്ച് ഒരു കത്തിയുമായി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ജമന്തിനെ കൊല്ലാൻ വേണ്ടി രംഗറാണിന്റെ ആ ഫ്രണ്ട് വരുവാണ്. ഇതേ സമയം തന്നെ ചിന്നപ്പയ്യനെ കാണിക്കുന്നു. രംഗറാണിന്റെ ആ ഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവനും അവന്റെ ചേട്ടനായ വാലിബനോട് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ദേഷ്യം കൊണ്ട് അതേപോലെ ഒരു മുഖംമൂടിയെല്ലാം ധരിച്ച് ഒരു കത്തിയുമായി അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വാലിബനെ കൊല്ലാൻ വേണ്ടി അവനും വരുവാണ്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും ജമന്തിനെയും വാലിബനെയും ടാർഗറ്റ് ചെയ്ത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആ ചടങ്ങുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നായകൻ ചമതകൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ ജനക്കൂട്ടത്തിനിടയ്ക്ക് കാണുവാണ്. അങ്ങനെ ഇപ്പൊ നായകന്റെ മുഖത്ത് നോക്കി ഒരു വില്ലന്റെ ചിരിയും ചിരിച്ച് അയാൾ അതേപോലെ തന്നെയുള്ള ഒരു മുഖംമൂടി വെക്കുന്നു. ഇത് കാണുന്ന സമയത്ത് നായകൻ എന്തൊരു പന്തികേട് തോന്നുവാണ്. അപ്പോഴാണ് നായകൻ കാണുന്നത് തൊട്ടപ്പുറത്തായിട്ട് ജമന്തി നിൽക്കുന്നത്. അങ്ങനെ ചമതകന്റെ ടാർഗറ്റ് അവളെ കൊല്ലുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയ നായകൻ അവളെ രക്ഷിക്കാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ്. അതായത് ജനക്കൂട്ടത്തിനിടയിലൂടെ. എന്നാൽ നായകൻ അവിടെ എത്തുമ്പോഴേക്കും ജമന്തിനെ രംഗറാണിന്റെ ഫ്രണ്ടായ ആ പെണ്ണിലെ മുഖംമൂടി വെച്ച് വന്നവള് അവളെ കുത്തിക്കൊല്ലുന്നു. ഇതേ സമയം തന്നെ മറ്റൊരു ഭാഗത്തുകൂടി നായകനെ കൊല്ലാൻ വേണ്ടി ചിന്നപ്പയ്യൻ മുഖംമൂടി വെച്ച് വരുന്നുണ്ടായിരുന്നല്ലോ. അവനും അതിന് ശ്രമിക്കുവാണ്. ഈ സമയം നമ്മുടെ നായകൻ വിചാരിക്കുന്നു ഇത് ജമന്തിനെ കൊന്ന ആ ചമതകനാണെന്ന്. അങ്ങനെ ഇപ്പൊ ആ ദേഷ്യത്തിന്റെ പുറത്ത് ആ ജനക്കൂട്ടത്തിനിടയിൽ വെച്ച് അവനെ നമ്മുടെ നായകൻ കൊല്ലുന്നു. എന്നിട്ട് മുഖംമൂടി മാറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ചമതകനല്ല തന്റെ അനിയനായ ചിന്നപ്പയ്യനാണെന്ന്. അങ്ങനെ ഈ സത്യാവസ്ഥ അറിഞ്ഞ് നായകൻ മരച്ചു നിൽക്കുന്ന അതേ സമയം തന്നെ ഈ കാഴ്ച കണ്ടുകൊണ്ട് അവിടെ
വീട്ടിലേക്ക് എത്തിയ അവരുടെ വളർത്തച്ഛനായ ആശാൻ ഒരുപാട് കരയുന്നു. അങ്ങനെ അടുത്ത സീനില് ഭാര്യയും ഭർത്താവുമായ ചിന്നപ്പയ്യനും ജമന്തിയും മരിച്ചുകൊണ്ട് അവരുടെ ശവസംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ ഈ സംഭവിച്ചുപോയ കാര്യങ്ങൾ കൊണ്ടെല്ലാം തന്നെ നായകനാകെ മനസ്സൊന്നു നിൽക്കുന്ന ആ സമയം ഈ നടന്ന കാര്യങ്ങൾക്കെല്ലാം കാരണം നീയാണെന്നും പറഞ്ഞ് ആശാൻ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു. എന്നിട്ട് അവനെ ഒരുപാട് ശപിച്ച്, ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഭൂമിയിൽ നിന്നെ തോപ്പിക്കാൻ ആരുമില്ല എന്നാണ്, എന്നാൽ നിന്നെ തോപ്പിക്കാനും ആളുണ്ട്. അതിന് പറ്റിയൊരാളെ ഞാൻ കണ്ടെത്തിക്കൊണ്ടുവന്ന് അയാളുമായിട്ട് നിന്നെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും, നിന്നെ അതിലൂടെ ഇല്ലാതാക്കും. ഇങ്ങനെയും പറഞ്ഞ് വെല്ലും വിളിച്ച് അയാൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നായകനെ ഒരുപാട് സങ്കടപ്പെടുത്തുവാണ്. അങ്ങനെ ആ സിനിമ കട്ടെ അടുത്ത സീനില് അവിടുന്ന് പോയ ആശാനെയും ചമതകനെയും കാണിക്കുന്നു. അവരിപ്പോ ഒന്നിച്ചു നായകനെ ഇല്ലാതാക്കുക എന്നുള്ള ചമതകന്റെ അതേ ഉദ്ദേശമാണല്ലോ ഇപ്പൊ ആശാനും ഉള്ളത്. ശത്രുവിന്റെ ശത്രു മിത്രം എന്നല്ലേ പറയുന്നത്, അതുകൊണ്ടാണ് ഇപ്പൊ ഇവര് തമ്മിൽ ജോയിന്റ് ആയത്. അങ്ങനെ ഇപ്പൊ കള്ളും കുടിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആശാൻ ചമതകനോട് ഒരു ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുന്നു. ഈ ആശാനും അയാളുടെ നല്ല കാലത്ത് അയാളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വീരനായിരുന്നു. അങ്ങനെയിരിക്കുന്ന ഒരു സമയം അയാൾ നമ്മുടെ വാലിബനെ പോലെ നല്ല കരുത്തുള്ള ഒരു മനുഷ്യനുമായിട്ട് യുദ്ധം നടത്തുന്നു. നിർഭാഗ്യവശാൽ അയാൾ ഈ ആശാനെ തോപ്പിക്കുവാണ്. ആ ഒരു കാര്യത്തോടു കൂടി അയാൾ അത്രയും നാൾ നേടിയെടുത്ത കാര്യങ്ങളെല്ലാം അയാൾക്ക് നഷ്ടമാകുന്നു. അതായത് മണ്ണും പെണ്ണും വരെ, അതിലൂടെ ആശാന്റെ ഭാര്യനെ വരെ ആ വ്യക്തി സ്വന്തമാക്കുവാണ്. അങ്ങനെ ആശാനെ തോപ്പിച്ച ആ വ്യക്തിക്ക് ആശാന്റെ ഭാര്യയിലുണ്ടായതാണ് ഈ വാലിബൻ. പ്രസന്റിലെ ആശാൻ ഈ കാര്യങ്ങളെല്ലാം ചമതകനോട് പറഞ്ഞിരുന്നു. അന്നുപോലും ഞാൻ അവനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് അവനെ എന്റെ മകനെ പോലെ വളർത്തിയതെന്തിനാണെന്ന് അറിയാവോ? ഇപ്പൊ ഉണ്ടായ ഈ ഒരു അവസരത്തിന് വേണ്ടിയാണ്. ഇനി എന്റെ പ്ലാൻ എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശക്തനായ അവനുമായിട്ട് അവന്റെ അച്ഛനെ കൊണ്ട് ഞാൻ യുദ്ധം ചെയ്യിപ്പിക്കും. അങ്ങനെ ആ യുദ്ധത്തിൽ രണ്ടിൽ ആര് തീർന്നാലും അതിലൂടെ എന്റെ പ്രതികാരം തീരും, എനിക്കതിലൂടെ സന്തോഷം കിട്ടും. അങ്ങനെ അച്ഛൻ അയാളുടെ പ്ലാനിംഗ് എല്ലാം പറഞ്ഞു തരുമ്പോ ഇതെല്ലാം കേൾക്കുന്ന ചമതകൻ ഇത് സൂപ്പർ ആണെന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെ ആശന്റെ കൂടെ ഈ പ്രതികാരത്തിന് ഞാനും ഉണ്ടാവുമെന്ന് അയാൾ പറയുവാണ്. ഇതേ സമയം തന്നെ കള്ളു കുടിച്ചോണ്ടിരിക്കുന്ന അയാള് ചോര ഛർദ്ദിച്ച് മരിക്കുന്നു. ഈ സമയം ആശാൻ അയാളോട് എന്റെ ഈ പ്രതികാരത്തിന് എന്റെ കൂടെ ആരും പങ്കിന് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതിയെന്നും പറഞ്ഞ് ഒരു വില്ലന്റെ ചിരിയും ചിരിച്ച് അവിടുന്ന് പോവുകയാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾ കുടിച്ച മദ്യത്തില് ആശാൻ വേഷം കളത്തിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അയാളിപ്പോ ചോര ഛർദ്ദിച്ച് മരിച്ചത്. അത് കഴിഞ്ഞ് ആശാൻ അവിടുന്ന് പോയി മലൈക്കോട്ടെ വാലിബന്റെ അച്ഛനെ വാലിബനുമായിട്ടുള്ള യുദ്ധത്തിന് സെറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് ആശാൻ നേരെ നായകന്റെ അടുത്തേക്ക് വന്ന് ഇന്നപോലെ നീയുമായിട്ട് യുദ്ധം നടത്താൻ പറ്റിയ ഒരാളെ എനിക്ക് കിട്ടി, ഇങ്ങനെയും പറഞ്ഞ് നായകനെ ആ യുദ്ധത്തിന് വിളിക്കുവാണ്. ഇതെല്ലാം കേൾക്കുന്ന വാലിബൻ ഒരുപാട് വിഷമത്തോടു കൂടി പറയുവാണ്, നിങ്ങൾ കൊണ്ടുവന്ന ആള് എത്ര വലിയ ശക്തനാണെങ്കിലും എന്റെ കൈകൊണ്ട് എന്റെ അനിയനെ കൊന്ന ഞാൻ അച്ഛനെ പോലെ കണ്ട ആശാൻ എന്നോട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന ആ ഒരു വേദനയൊന്നും എന്നിലുണ്ടാക്കില്ലല്ലോ എന്ന്. അതുപോലെ വാലിബൻ ഒരു കാര്യം കൂടി പറയുന്നു, ഇനി അവൻ എത്ര വലിയ ശക്തനാണെങ്കിലും വാലിബൻ അവന്റെ മുമ്പിൽ തോക്കില്ല, സ്ഥിരം ചെയ്യാറുള്ളത് പോലെ അവനെ തീർക്കുള്ളൂ എന്ന്. അങ്ങനെ ഇപ്പൊ ആശാന്റെ ആ വെല്ലുവിളി ഏറ്റെടുത്ത് നായകൻ അങ്ങനെ ആ വ്യക്തിയുമായിട്ടുള്ള യുദ്ധത്തിന് ചെല്ലുവാണ്. അങ്ങനെ ഇപ്പൊ യുദ്ധത്തിനെത്തിയ നായകന്റെ അടുത്തേക്ക് ഒരു മലേന്റെ രൂപത്തിലുള്ള അത്രയും ശക്തനായ വാലിബനെതിരായിട്ട് ആശ സെറ്റ് ചെയ്ത ആ വ്യക്തി എത്തുവാണ്. അങ്ങനെ ഇപ്പൊ ആ എതിരാളിനെ കണ്ട് നായകനാകെ ഞെട്ടുന്നു. അതായത് നായകന്റെ അതേ രൂപത്തിലുള്ള ഒരു പ്രായമായ വ്യക്തിയായിരുന്നു. ഓൾറെഡി നമുക്കറിയാം അത് നായകന്റെ അച്ഛനാണെന്ന്, എന്നാൽ നായകൻ ആ കാര്യം അറിയത്തില്ല. അങ്ങനെ ഇപ്പൊ എന്തായാലും നായകന്റെ അച്ഛൻ നായകനെ നോക്കി ഇതുവരെ നീ കണ്ടതെല്ലാം പോയി, ഇനി കാണാൻ പോകുന്നതാണ് നിജം എന്ന് പറയുന്നു. സോ ഇനി തുടർന്നുള്ള കഥയില് എന്താണ് നടക്കാൻ പോകുന്നത്, ഈ യുദ്ധത്തിൽ അച്ഛനാണോ മകനാണോ ജയിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ മൂവിന്റെ സെക്കൻഡ് പാർട്ടിലാ പറയുന്നതെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഈ മൂവി അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേപോലെയുള്ള പുതിയ മൂവീസ് ആയിട്ട് ഇതേപോലെ എക്സൈറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.